രാജ്യം നടുങ്ങിയ ഡൽഹി കാർ ബോംബ് സ്ഫോടന കേസ് അതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. എൻഐഎയും പോലീസും ആ പരിശോധനയുടെ ഭാഗമാണിപ്പോൾ. ഹരിയാനയിലെ അൽഫലാം സർവകലാശാലയിൽ പഠിച്ച പ്രതികളുടെ വേരുകൾ കണ്ടെത്താനുള്ള പരിശോധന അത് ശക്തമായി തന്നെ നീങ്ങുന്നുണ്ട്. ഈ ഭീകര സംഘത്തിലുള്ളവരെ കാണാൻ പുറത്തു നിന്നും ആരൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ അന്വേഷണ പരിധിയിലുണ്ട്. ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായ i20 കാർ സൂക്ഷിച്ചിരുന്നത് ഹരിയാനയിലെ അൽഫല സർവകലാശാലയിലാണ്. സർവകലാശാലയിൽ നിന്നും അർജുൻ പീതാംബരൻ തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട്. അൽഫല സർവകലാശാലയുടെ കെട്ടിടങ്ങളാണ് എനിക്ക് പുറകിൽ കാണുന്നത്. അതായത് സർവകലാശാല, അതുപോലെ തന്നെ സർവകലാശാല ആശുപത്രി, അതിനപ്പുറത്തേക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനകത്ത് ലബോറട്ടറികളുണ്ട്, മറ്റ് ഹോസ്റ്റലുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയതെല്ലാം തന്നെ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു ടെറർ ഹബ്ബായി, ഒരു ഹോട്ട്സ്പോട്ടായി മാറിയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം ഈ 3 ഡോക്ടർമാരും ഇവിടെ ജോലി ചെയ്ത് പോകുന്നിരുന്നു എന്നുള്ള കാര്യമാണ്. ഇവരുമായി ഒരു ജോലി എന്നുള്ള കാര്യത്തിനപ്പുറത്തേക്ക്, അതായത് അധ്യാപകരായിട്ടും അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടറായിട്ടും ഇവിടെ പരിശോധിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് എല്ലാ ബന്ധങ്ങളും നിഷേധിക്കുകയാണ് എന്തായാലും സർവകലാശാല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ സർവകലാശാലയ്ക്ക് അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വിസിറ്റേഴ്സ് രജിസ്റ്റർ, ഇവരെ കാണാൻ വേണ്ടി, അതായത് 3 പേരുണ്ട്. ഒന്നാമത്തേത് വനിതാ ഡോക്ടറാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് 2 പേർ, ഉമർ, ഗുലാം നബി, അതുപോലെ തന്നെ ഡോക്ടറായിട്ടുള്ള മുസമിൽ. ഇവരുടെ 3 പേരെയും കാണാനായി ആരൊക്കെ ഇവിടേക്ക് എത്തി എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നിർണായകമായിട്ടും ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ, വിദ്യാർത്ഥികൾ, അതുപോലെ സഹപ്രവർത്തകർ, അവരെയും കൂടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം കൂടി ഉണ്ടായേക്കാം. അതെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. കാരണം എത്ര പേർ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ പരിസരത്തെ ഒരു പള്ളിയിൽ നിന്ന് തന്നെയാണ് ഇമാമിനെയും കസ്റ്റഡിയിലെടുത്ത് ജമ്മുവിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അയാളെയും വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഡോക്ടർമാർ, അവരുടെയും പക്കൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഫരീദാബാദിൽ നിന്നും നിരവധി വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. പ്രത്യേകിച്ചും ആ കാറ് ഒരുപാട് കാലം ഇവിടെ പാർക്ക് ചെയ്തിരുന്നു, ഏകദേശം 2 ആഴ്ച കാലം ഇവിടെ പാർക്ക് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ഫരീദാബാദിലെ ക്രൈംബ്രാഞ്ച് സംഘവും പോലീസും ഇവിടേക്ക് എത്തുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ NIAയും ഇവിടെ എത്തി പരിശോധന നടത്തും എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അൽഫല സർവകലാശാലയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.